ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ആൻഡ് ഇന്ന് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിറ്റുമായിട്ട് മൊഡ്യൂളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ അല്ലീലിസം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ലൈക്ക് മൾട്ടിപ്പിൾ അല്ലീൽസ്, എന്നിട്ട് ഫർകോട്ടൻ റാബിറ്റ്, അതുപോലെ തന്നെ RH ബ്ലഡ് ഗ്രൂപ്പ് ഇൻഹെറിറ്റൻസ്, ഇങ്ങനെ രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കുക ഈ ടോപ്പിക്സ് ആണ്. എന്താണ് മൾട്ടിപ്പിൾ അല്ലീലിസം ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ കളർ കോട്ട് അല്ലെങ്കിൽ ഫർകോട്ടൻ റാബിറ്റ്സ് എന്ന് പറയുന്നതും ദെൻ RH ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഇൻഹെറിറ്റൻസും. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസും എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, സോ ദാറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആകും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൾട്ടിപ്പിൾ അല്ലീലിസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഒരു ഡെഫിനിഷൻ മാതിരിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒബ്വിയസ്ലി നമ്മൾക്ക് അറിയാവുന്ന ഒരു കോൺസെപ്റ്റാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീനിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റ് ഫോംസ്, അതിനെയാണ് നമ്മൾ അല്ലീൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. യൂഷ്വലി ഒരു ജീനിന് 2 അല്ലീൽസ് ആണ് ഉണ്ടാവുക. ഒരെണ്ണം ഒരു ഡോമിനൻ്റ് അല്ലീലായിരിക്കും, മറ്റൊരെണ്ണം ഒരു റെസസീവ് ആയിട്ടുള്ള അല്ലീലായിരിക്കും. ഡോമിനൻ്റ് അല്ലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള അല്ലീലാണ്. ഇപ്പോൾ ഒരു റെസസീവും ഒരു ഡോമിനൻറ്റും വന്നേക്കണമെങ്കിൽ പോലും ഡോമിനൻ്റ് ആയിരിക്കും എക്സ്പ്രസ്ഡ് ആവുക. 2 റെസസീവ് ആയിട്ടുള്ളത് വന്നാൽ മാത്രമേ റെസസീവ് എക്സ്പ്രസ്ഡ് ആവുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, ഒരു പവർ കുറവായിട്ടുള്ള ഒരു അല്ലീലാണ് ഈ റെസസീവ് ആയിട്ടുള്ള അല്ലീൽ എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ മൾട്ടിപ്പിൾ അല്ലീൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ അല്ലീൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീൻ എന്ന് യൂഷ്വലി 2 അല്ലീലുകളാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷെ ചില ജീനുകളുണ്ട്, അതിൽ 3 അല്ലെങ്കിൽ 3 കൂടുതലോ ഒക്കെ അല്ലീൽസ് ഉണ്ടായിരിക്കും. പിടികിട്ടിയോ? അപ്പം ഈ പറഞ്ഞ 2 കൂടുതൽ വന്നു, ഒരു ജീനിനകത്ത് 2 കൂടുതൽ അല്ലീലുകൾ വന്നു തന്നെ, അതെന്താണ്? ദാറ്റ് ഈസ് ആക്ച്വലി മൾട്ടിപ്പിൾ അല്ലീലിസത്തിൻ്റെ എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ചധികം അല്ലീലുകൾ ഒരു ജീനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കണം. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ കുറേ മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനിൽ ഒരുപാട് അല്ലീലുകൾ വരുന്ന ഒരവസ്ഥ, 3 അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ അല്ലീൽസ് വന്നേക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് എക്സാമ്പിളാണ് റാബിറ്റിൻ്റെ ഫർ കളർ അല്ലെങ്കിൽ കോട്ട് കളർ എന്ന് പറയുന്നത്. ഫറും കോട്ടൊക്കെ ഒന്നാ കേട്ടോ. ദെൻ മനുഷ്യരിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് മെക്കാനിസം, അത് സ്പെഷ്യലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ RH ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഒരു മെക്കാനിസം. ഓക്കെ, RH മാത്രമല്ല കേട്ടോ, ABOയിലും കാണാം. ABO ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളുടെ സിലബസിൽ ആക്ച്വലി ABO കോഡോമിനൻസിൻ്റെ പാർട്ടായിട്ടാണ് പറഞ്ഞത്. നമ്മൾ കോഡോമിനൻസ് പഠിക്കുമ്പം അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ടാണ് സിലബസിൽ പഠിക്കാൻ പറഞ്ഞേക്കുന്നത്. 2 എക്സാമ്പിൾസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ എക്സാമ്പിളുകൾ ഒന്ന് എടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, എങ്ങനെയാണ് ലൈക്ക് മൾട്ടിപ്പിൾ അല്ലീലിസം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫർ കളറാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ റാബിറ്റിൻ്റെ ഫറിന് അല്ലെങ്കിൽ കോട്ടിന് കളറ് കൊടുക്കുന്ന ഒരു ജീനുണ്ട്. ആ ജീനിനെ നമ്മൾ C ജീൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ജീനോടൈപ്പ് എഴുതിയിരിക്കുന്നതായിട്ട് കുറച്ചിടങ്ങളിൽ കാണും, അവിടെ എല്ലാം C എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിനോട്ടിങ് ദ ജീൻ. അപ്പോൾ ഈ ജീനിനാണ് റാബിറ്റ്സിൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ എന്തുണ്ടായിരിക്കും, 2 എന്തായാലും ഉണ്ടാവും, അതിൽ കൂടുതൽ അല്ലീൽസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഈ C ജീനിന് റാബിറ്റ്സിൽ ഒരുപാട് അല്ലീലിക് ഫോംസ് ഉണ്ട്. ഈ എന്ത് അല്ലീലാണോ ഒരു റാബിറ്റിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് അതിൻ്റെ ഒരു ഫീനോ ടൈപ്പും ആ റാബിറ്റിൽ പ്രകടമായിരിക്കും. എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? C ജീൻ എന്ന് പറയുന്നത് റാബിറ്റിൻ്റെ ഫറിൻ്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും C ജീൻ എങ്ങനത്തെ ഫോമിലാണ്, അല്ലെങ്കിൽ C ജീനിൻ്റെ ഏത് അല്ലീലിക് ഫോമാണോ റാബിറ്റ്സിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് ആ ഒരു അല്ലീലിനോട് അനുബന്ധിച്ചിട്ടുള്ള കളറായിരിക്കും അല്ലെങ്കിൽ ടെക്സ്ചർ ആയിരിക്കും ഈ റാബിറ്റിന് കിട്ടുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ C ജീനിൻ്റെ അല്ലീലിക് ഫോംസ് കാരണം റാബിറ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീനോടൈപ്സ് ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ കാര്യം എഴുതിയേക്കുന്നത് കേട്ടോ. ഇനി ഈ റാബിറ്റിനകത്ത് കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കോട്ട് കളേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 വരും. അഗൗത്തി, ഷിൻഷില്ല, ഹിമാലയൻ ആൻഡ് ആൽബിനോ, ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ടൈപ്സാണ് ഈ പറഞ്ഞ എന്ത് വരുന്നത്, കോട്ട് കളറിൻ്റെ ആ ഒരു ആസ്പെക്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീനോ ടൈപ്സ് വരുന്നത്.
ഓക്കെ, ഈ 4 പേരും എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെയുള്ളത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം ഈ സി ജീനിൻ്റെ അല്ലീലുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. 4 അല്ലീലുകൾ ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. 4 ഫിനോടൈപ്സ് എന്ന് പറഞ്ഞില്ലേ, അഗൗത്തി, ദെൻ ചിൻചില്ല, ഹിമാലയൻ ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ ആൽബിനോ. അപ്പോൾ ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു എന്താ പറയുക അല്ലീൽ എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് 4 കോമൺ ആയിട്ടുള്ള അല്ലീലുകളുണ്ട്. അതിലേറ്റവും ആദ്യത്തെ അല്ലീൽ എന്ന് പറയുന്നത് സി, സാധാരണ സി തന്നെയാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് CCH, തേർഡ് വൺ ഈസ് CH ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സ്മോൾ സി. ഏറ്റവും ആദ്യത്തെ സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിരുന്നു കേട്ടോ. ക്യാപിറ്റൽ സി, CCH, CH ആൻഡ് സ്മോൾ ലെറ്റർ സി. ഇങ്ങനെയാണ് 4 കോമൺ ആയിട്ടുള്ള അല്ലീലുകൾ വരിക. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനത്തെ കൗട്ട് കളർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഒരു ബേസിക് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ കേസിനകത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു പെയർ ഓഫ് ക്രോമസോംസ്, ഒരു സെറ്റ് ഓഫ് പെയർ ക്രോമസോംസ് കിട്ടുന്നു. ദെൻ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെ ശരീരത്തിലും ഒരു ജീൻ ഉണ്ടായിരിക്കും, അതിന് സ്പെസിഫിക്കലി 2 അല്ലീലുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയല്ലേ? സിമിലർലി നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ ഓർഗാനിസംസിനും, സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസംസിനും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഒരു ജീനിന് കൺസേൺഡ് ആയിട്ടുള്ള 2 അല്ലീലിക് ഫോംസ് ഉണ്ടായിരിക്കും. എക്സ്പ്രസ്ഡ് ആവുന്നത് 2 എണ്ണം ആയിരിക്കും. കുറേ ഉണ്ടാകും, ചിലപ്പോൾ അല്ലീൽസ് കുറേ ഉണ്ടാവും. ഇപ്പോൾ നമ്മളുടെ ഫർ കളറിൽ കാണുന്ന പോലെ 4 അല്ലീൽസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ആയിരിക്കും. അങ്ങനെ എന്താണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഒരു ഫീനോടൈപ്പ് വരുന്നു എന്നുള്ളതിനർത്ഥം. ഓക്കെ, അപ്പോൾ 4 അല്ലീലുകളുണ്ട്. അതിനകത്ത് നിന്ന് 2 എണ്ണം, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ സി എന്നുള്ളൊരു ജീനോടൈപ്പ് വന്നു കഴിഞ്ഞാൽ ആ റാബിറ്റിന് ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ബ്രൗൺ കളറോ ഒക്കെയുള്ള തരത്തിലുള്ള ഒരു ഫറായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ബ്ലാക്ക് ഓർ ബ്രൗൺ കളറുള്ള ഫർ ആണെന്നുണ്ടെങ്കിൽ അതൊരു വൈൽഡ് ടൈപ്പ് ആയിട്ടുള്ള ക്യാപിറ്റൽ സി ജീനോടൈപ്പ് വരുന്ന ഒരു റാബിറ്റ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അതല്ല CCH എന്ന് പറഞ്ഞു, അത് 2 എണ്ണം വരാണ്. CCH ഒരെണ്ണം കൂടെ CCH വരികയാണെങ്കിൽ ഒരു ഗ്രേ കളറിലുള്ള ഒരു കോട്ടായിരിക്കും ആ റാബിറ്റിന് ഉണ്ടാവുക. ഇനി CH 2 എണ്ണം വരികയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഹിമാലയൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പ് പോർഷൻസിൽ ഏതൊക്കെ പോർഷൻസ് ആണെന്നുള്ളത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കും കേട്ടോ. ടിപ്പ് പോർഷൻസിൽ മാത്രം ഒരു കളർ വേരിയേഷൻ വരുന്നതാണത്. ദെൻ സ്മോൾ ലെറ്റർ സി, അത് 2 എണ്ണം, സ്മോൾ സി വരികയാണെങ്കിൽ ബേസിക്കലി അത് വൈറ്റ് കളറിലെ കോട്ടായിരിക്കും അല്ലെങ്കിൽ ഫർ ആയിരിക്കും ആ റാബിറ്റ്സിന് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ആൽബിനോ റാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ ഒബ്വിയസ്ലി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന പോലെ ഡൊമിനൻ്റ് സാധനങ്ങളെ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയും ക്യാപിറ്റൽ സി ആണ് ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒന്ന്. ആൻഡ് അതിനുശേഷം വരുന്നതാണ് CCH, ദെൻ കംസ് CH. ഏറ്റവും ഡൊമിനൻസ് കുറവുള്ളതാണ് സ്മോൾ സി എന്ന് പറയുന്നത് കേട്ടോ. ഇത് മറന്നു പോകാൻ പാടില്ല, മാറിപ്പോവാനും പാടില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാം, ഞാൻ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു അല്ലീൽ കാണിച്ചിട്ടുള്ളൂ. അല്ലീൽ ജീനോടൈപ്പിൽ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ 2 തവണ എഴുതണം. ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞ അല്ലീൽ വരികയാണെങ്കിൽ യൂഷ്വലി ഫുൾ ഒരു ബ്രൗൺ ഓർ ബ്ലാക്ക് കളറിലെ കോട്ടായിരിക്കും റാബിറ്റിന് ഉണ്ടാവുക. ആക്ച്വലി ഞാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറുമായിട്ട് ഇതിനൊന്ന് സിമിലർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചറിനെ ഒന്ന് ബ്ലൂ കളർ ആക്കിയത്. ഇപ്പോൾ എൻ്റെ റാബിറ്റ് മൊത്തം ബ്ലൂ കളറിലൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ ആക്ച്വലി അത് ബ്ലാക്ക് ഓർ ബ്രൗൺ ആണ് കേട്ടോ. ഓക്കെ, ഇനി CCH അതാണ് അല്ലീൽ. 2 തവണ CCH വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രേ കോട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ആൻഡ് ദെൻ കംസ് CH 2 തവണ വന്നു കഴിഞ്ഞാൽ ഹിമാലയൻ ആണ്. അത് നോക്കുക, അതിന് ബോഡി ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ഒരു വൈറ്റ് പോർഷനിൽ കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഇയർ, അതുപോലെ തന്നെ നോസ്, പോസ്, ടെയിൽ അവിടെയൊക്കെ എന്തുണ്ടായിരിക്കും ചെറിയ ഡാർക്ക് കളറേഷൻസ് കാണാൻ പറ്റും. നിങ്ങളതാണ് ഡാർക്ക് കളർ ബ്ലൂ കളറിൽ കാണാൻ പറ്റുന്നത്. ബ്ലൂ അല്ല, ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് ഗ്രേ ഒരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട് വരും. ഇയറും അതുപോലെ തന്നെ ടെയിലും ചോസും അങ്ങനത്തെ പോർഷൻസിലൊക്കെയാണ്, നോസ് പോലെയുള്ള പോർഷൻസിലാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഡാർക്ക് കളറേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക കേട്ടോ. മിക്സഡ് ആയിട്ടുള്ളൊരു കളർ, അതാണ് ഈ ഹിമാലയൻ്റെ ഒരു പ്രത്യേകത. ഇനി സ്മോൾ സി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് വന്നു കഴിഞ്ഞാൽ ആൽബിനോ എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റ് കളർ കാണുന്നില്ല അല്ലേ അവിടെ? ഓക്കെ, എനിവേ വൈറ്റ് കളറിലുള്ള ഒരു റാബിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വൈൽഡ് ടൈപ്പ് ആയിട്ടുള്ള റാബിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞ അല്ലിയിലാണ് ഉള്ളത്. ബാക്കി 3 എണ്ണം, ദാറ്റ് ഈസ് CCH, ദെൻ CH, സ്മോൾ സി. ഈ 3 അല്ലീലുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ളതാണ് ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലീൽ. ഓക്കെ, ഇനി
ദെൻ ചിൻചില്ല CCH, അതിനാണ് കുറച്ചും കൂടെ ഒരു ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ സ്വഭാവമുള്ളത്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്താണെന്ന് അറിയാമോ? നമ്മൾ പഠിക്കും ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്താണെന്നുള്ളത്. പക്ഷേ എന്നാലും ഒരു കാര്യം പറഞ്ഞേക്കാം. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു വയലറ്റ് പൂവ് ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് പൂവ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ മെൻഡലിൻ്റെ ലോസ് പ്രകാരം പഠിച്ചിട്ടുള്ളപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനായിരിക്കും ഡൊമിനൻസ് കൂടുതൽ. സപ്പോസ് വയലറ്റിൻ്റെ ഡൊമിനൻ്റ് ആയിരുന്നു, വൈറ്റ് റെസസീവ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വയലറ്റും വൈറ്റും കൂടെ ഇങ്ങനെ ഫെർട്ടിലൈസ് ചെയ്യിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പോളിനേഷൻ ചെയ്യിക്കുമ്പോഴത്തേക്കും അതിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ ജനറേഷനിലുള്ള പൂവെന്ന് പറയുന്നത് മോസ്റ്റ്ലി ഡൊമിനൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് വയലറ്റ് ആയിരിക്കും. കാരണം വയലറ്റ് ഡൊമിനൻ്റ് ആയതുകൊണ്ട് വയലറ്റ് ആയിരിക്കും എക്സ്പ്രസ് ചെയ്യപ്പെടുക എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ഇത് മെൻഡലിൻ്റെ ഒരു ഐഡിയോളജിയാണ്. മെൻഡലിൻ്റെ ഐഡിയോളജിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഐഡിയോളജിയാണ് ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിലുള്ളത്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെൻഡൽ പറയുന്നത് എന്താ, ഇതിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൽ ഒരെണ്ണത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൊമിനൻസ് മറ്റതിൻ്റെ മേലെ ഉണ്ടെന്നാണ് മെൻഡൽ പറയുന്നത്. പക്ഷേ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൽ അങ്ങനെയല്ല. ഒരെണ്ണത്തിന് മറ്റതിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡൊമിനൻസ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ വയലറ്റും വൈറ്റും ഉണ്ടെങ്കിൽ വയലറ്റ് ഒരിക്കലും വൈറ്റിൻ്റെ മേലെ കംപ്ലീറ്റ്ലി ഡൊമിനൻ്റ് അല്ല. സിമിലർലി വൈറ്റ് ഒരിക്കലും വയലറ്റിൻ്റെ അണ്ടറിലുള്ള റെസസീവ് ആയിട്ടുള്ള ഒന്നുമല്ല. ഏകദേശം ഇവർക്കിടെ ഒരു ബ്ലെൻഡ് ആയിരിക്കും അവരുടെ പ്രോജനിയിൽ കാണാൻ പറ്റുക. ദാറ്റ് മീൻസ് നല്ല വയലറ്റ് ആയിട്ടുള്ളൊരു പൂവും വൈറ്റ് ആയിട്ടുള്ളൊരു പൂവും കൂടെ പോളിനേറ്റ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്ത് പുതിയൊരു പൂവ് F1 പ്രോജനിയിൽ ഉണ്ടായാൽ ഇത് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ളൊരു പൂവായിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് രണ്ട് കളേഴ്സും ഡൊമിനൻ്റ് അല്ലാത്തത് കൊണ്ടിട്ട് എന്ത് പറ്റിപ്പോയി, അവർ ബ്ലെൻഡ് ചെയ്ത് മിക്സഡ് ആയിട്ട് പോയി. അങ്ങനെ ഒരാൾക്കും പർട്ടിക്കുലർലി ഇത്ര അങ്ങോട്ടൊരു വലിയൊരു ഡൊമിനൻസ് ഇല്ലായ്മ, അതിനെയാണ് നമ്മൾ യൂഷ്വലി എന്ത് പറയുക, യൂഷ്വലി കോൾ ഇറ്റ് ആസ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. കേട്ടോ, കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ഈ ചിൻചില്ല എന്ന് പറഞ്ഞിട്ടുള്ള അലീൽ, ദാറ്റ് മീൻസ് CCHന് CH അതുപോലെ തന്നെ സ്മോൾ CH ആരുടെയാ? അത് ഹിമലയൻ്റെയാണ്. സ്മോൾ c ആരുടെയാ? ആൽബിനോൻ്റെയാണ്. ഇവർ രണ്ടുപേരുടെ മേലെയും ഒരു ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഉള്ളവരാണ് ആര്? CCH അല്ലെങ്കിൽ ചിൻചില്ല എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഇനി CH ദാറ്റ് ഈസ് ഹിമലയൻ, അത് ആരുടെ മേലെ ഡൊമിനൻ്റ് ആണ്? ആൽബിനോൻ്റെ അലീലിൻ്റെ മേലെ ഡൊമിനൻ്റ് ആണ് എന്ന് വേണം പറയാനായിട്ട്. പിടികിട്ടിയോ? ഇതിങ്ങനെ ഒരു ഓർഡറാണ്. ആരുടെ മേലെ ഡൊമിനൻ്റ് ആണ്, ആരുടെ മേലെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻ്റ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, യെസ്. ഇനി ഞാൻ ഇവിടെ ഒരു റാബിറ്റിന് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ഫുൾ ഒരു ബ്രൗൺ കളറിലുള്ളൊരു റാബിറ്റ് ആണ് അല്ലേ. അവിടെ നിങ്ങളതിൻ്റെ ജീനോടൈപ്പ് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. എല്ലായിടത്തും ഒരു ക്യാപിറ്റൽ C ഉണ്ട്. ക്യാപിറ്റൽ C CH, ക്യാപിറ്റൽ C CH, അതുപോലെ തന്നെ ക്യാപിറ്റൽ C CCH, ദെൻ ക്യാപിറ്റൽ C സ്മോൾ c. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ജീനോടൈപ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ക്യാപിറ്റൽ C അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ജീനോടൈപ്സിലും ഉണ്ട്. അത് ക്യാപിറ്റൽ സിയുടെ ഒപ്പം CCH വരാം, ദെൻ CH വരാം, അല്ലെങ്കിൽ സ്മോൾ c വരാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബ്രൗൺ കളറിലുള്ള റാബിറ്റിനെ കിട്ടുന്നത്. എന്തുകൊണ്ട് ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഒരു റാബിറ്റിനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാപിറ്റൽ C എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡൊമിനൻ്റ് ആണ്. CCHൻ്റെ മേലെയും CHൻ്റെ മേലെയും സ്മോൾ സിയുടെ മേലെയൊക്കെ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡൊമിനൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്യാപിറ്റൽ C വന്നാൽ തന്നെ ആ റാബിറ്റിൻ്റെ കോഡ് കളർ എന്ന് പറയുന്നത് ഐദർ ഇറ്റ് വിൽ ബി ബ്ലാക്ക് ഓർ ഇറ്റ് വിൽ ബി ബ്രൗൺ. വേറെ ഒരു കളർ ചാൻസസും ഇല്ല. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് ബോഡിയിൽ കളർ ഉണ്ടായിരിക്കും, ഐദർ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളർ ഉണ്ടായിരിക്കും. ആൻഡ് ഇതിൻ്റെ കോട്ട് കളറിനകത്ത് വലിയ പാറ്റേൺസോ നമ്മൾ മറ്റേ ഹിമലയനിലൊക്കെ കാണുന്ന പോലെ ലൈക്ക് ടിപ്പിലും ടെയിലിലൊക്കെ ചില പാറ്റേൺസോ വേറെ കളറേഷൻസോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ റാബിറ്റ്സിനെ നമ്മൾ വൈൽഡ് ടൈപ്പ് റാബിറ്റ് അഗൗട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. യൂഷ്വലി ആ ഫുൾ ബോഡി കളർ ഉള്ളതിനെയാണ് നമ്മൾ അഗൗട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. അതിന് റീസൺ എന്തുകൊണ്ടാണ് ഇതിന് ബ്രൗൺ കളർ കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ, ബിക്കോസ് C is dominant there. Okay, capital C is dominant over every other one. ചിൻചില്ല, ഹിമലയൻ, ലൈക്ക് ആൽബിനോ എല്ലാത്തിൻ്റെ മേലെയും അവൻ ഡൊമിനൻ്റ് ആയതുകൊണ്ടിട്ടാണ്. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഓരോന്നിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ടിങ് ഫ്രം അഗൗട്ടി. അതിൻ്റെ ഒരു ഫുൾ കളർ, കോട്ട് കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ബ്ലാക്ക് ഷെയ്ഡിൽ വരും. അതൊരു വൈൽഡ് ടൈപ്പായിട്ടുള്ള ഒരു റാബിറ്റ് ആണ് എന്ന് വേണം പറയാനായിട്ട്. ആൻഡ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ബാക്കി 3 കളേഴ്സിനെയും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ F1 അഗൗത്തി എന്ന് പറയുന്നത് ഒരു 3:1 റേഷ്യോയിൽ വരും.
പിടികിട്ടിയോ? 3:1 റേഷ്യോ നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കും. മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തുമ്പോഴത്തേക്കും ഒരു ടോളും ഒരു ഷോർട്ട് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഫെർട്ടിലൈസ് ഒക്കെ ചെയ്ത് F2 പ്രോജനിൽ എത്തുമ്പോഴത്തേക്കുമാണ് നമ്മൾക്ക് എന്ത് കിട്ടുക? ഒരു 3:1 റേഷ്യോ കിട്ടുക. ആരായിരിക്കും 3 പ്രസൻ്റ് ആയിട്ടുള്ളത്? ടോൾ ആയിരിക്കും 3 എണ്ണത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്, ആൻഡ് ഡ്വാർഫ് ആയിട്ടുള്ളതായിരിക്കും 1 നമ്പറിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ടോൾ ഇസ് ദ ഡൊമിനന്റ് ഇതർ ആസ് പെർ മെന്റൽ, അല്ലെ, ഗ്രിഗർ മെന്റൽ പ്രകാരം ടോൾ ആണ് അവിടെ ഡൊമിനന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ്. സെയിം ഹിയർ, ഇവിടെ നമ്മളുടെ അഗൗത്തി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ C ഡിനോട്ട് ചെയ്യുന്ന അലീലാണ് ഡൊമിനന്റ് ആയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് വേറെ ഏത്, ഇപ്പോൾ ഹിമാലയനെ എടുത്താലും ചിൻഷില്ലനെ എടുത്താലും ആൽബിനോനെ എടുത്താലും ആരൊക്കെ വെച്ച് നിങ്ങൾ ക്രോസ് ചെയ്ത് നോക്കിക്കോളുക. നിങ്ങൾക്ക് കിട്ടുന്ന മോണോ ഹൈബ്രിഡ് ക്രോസ് നിങ്ങൾ ചെയ്യുന്നതിനകത്ത് കിട്ടുന്ന റേഷ്യോ വിൽ ബി 3:1. നിങ്ങൾ എടുത്തേക്കുന്ന ഈ അഗൗത്തി ആയിരിക്കും 3 എണ്ണം കിട്ടുന്നുണ്ടായിരിക്കുക. മറ്റേതെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഹിമാലയൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ചിൻഷില്ലയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൽബിനോ ആണെങ്കിൽ അത് ഒരെണ്ണമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് 3 പേരും എന്താണ്? റെസസീവാണ്, അല്ലെങ്കിൽ ഇത്ര ഡൊമിനൻസ് ഇല്ലാത്തവരാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എണ്ണത്തിൽ കുറവ് അവരായിരിക്കും, എപ്പോഴും എണ്ണത്തിൽ കൂടുതൽ ഈ വൈൽഡ് ടൈപ്പ് ആയിട്ടുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 3:1 റേഷ്യോ കിട്ടും എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഈ 3 എണ്ണത്തിൽ, ദാറ്റ് മീൻസ് 3 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ, ചിൻഷില്ല, ആൽബിനോ, ഇവർ 3 പേരിൽ ആരെ വെച്ച് വേണമെങ്കിലും നിങ്ങൾ ക്രോസ് ചെയ്ത് നോക്കിക്കോളുക, അഗൗത്തി തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക ഏറ്റവും കൂടുതൽ നമ്പേഴ്സിൽ, കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ ഇതിൻ്റെ കളറിനെ റെപ്രസെൻറ്റ് ചെയ്തത് C ആണ്. ഈ ബ്രൗൺ ഓർ ബ്ലാക്ക് കളറിനെ റെപ്രസെൻറ്റ് ചെയ്തത് ക്യാപിറ്റൽ C എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി ചിൻഷില്ല, ഇത് കുറച്ചും കൂടെ അഗൗത്തിനേക്കാൾ കളർ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഡാർക്ക് ഗ്രേഷ് കളറാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനും ഡോമിനൻസ് ഉണ്ട്, അല്ലേ? പക്ഷെ ആരുടെ മേലെയാണ് ഡോമിനൻസ് ഉള്ളത്? ഹിമാലയൻ, ആൽബിനോ പോലെയുള്ള സ്പീഷീസുകളുടെ മേലെയാണ് ഇതിന് കുറച്ചും കൂടെ ഡൊമിനൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ ഈ ചിൻഷില്ലനെ നമ്മൾ ഹിമാലയൻ അല്ലെങ്കിൽ ആൽബിനോ ഇതിലേതെങ്കിലും ഒരാളുമായിട്ട് ക്രോസ് ചെയ്തു മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയെങ്കിൽ അവിടെയും നമ്മൾക്ക് 3:1 റേഷ്യോ തന്നെയാണ് കിട്ടുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? 3:1 റേഷ്യോ തന്നെയായിരിക്കും നമുക്ക് എവിടെ കിട്ടുക? F2 ജനറേഷനിൽ കിട്ടുന്നുണ്ടായിരിക്കുക. F2 ജനറേഷനിൽ 3:1 കിട്ടുമ്പോൾ 3 ആരായിരിക്കും? ഒബ്വിയസ്ലി ചിൻഷില്ലയായിരിക്കും. 1 എന്ന് പറയുന്നത് അതിൽ ഹിമാലയനാകാം. ഹിമാലയനാണ് ക്രോസിലെടുത്തെങ്കിൽ ഹിമാലയൻ വരും, അല്ലല്ല ആൽബിനോ ആയിരുന്നെങ്കിൽ ആൽബിനോ വരും. പിടികിട്ടിയോ? ആൻഡ് ഇത് രണ്ടിൽ, അഗൗത്തിയിലായിക്കോട്ടെ ചിൻഷില്ലയിലായിക്കോട്ടെ, F1 ഓൾവേസ് ഇവർ രണ്ടുപേരും തന്നെയാണ് വരുന്നുണ്ടായിരിക്കുക. അഗൗത്തിയുടെ കേസിൽ അഗൗത്തി ആയിരിക്കും F1 വരിക, ചിൻഷില്ലയുടെ കേസിൽ ചിൻഷില്ലയായിരിക്കും F1 വരുന്നുണ്ടായിരിക്കുക. ബിക്കോസ് ദേ ആർ ഡൊമിനന്റ്, അവരുടെ പെർസ്പെക്റ്റീവിൽ അവർ ഡൊമിനന്റ് ആണ് എന്നുള്ളത്. ആൻഡ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് CCH എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അലീൽ യൂസ് ചെയ്തിട്ടാണ് എന്നുള്ളത് ഓർക്കുക, കേട്ടോ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അഗൗത്തി എന്ന് പറയുന്നത് ബാക്കി 3 റാബിറ്റ്സിനകത്ത് നിന്ന് ഏതിനെ വെച്ച് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും F1 നമുക്ക് അഗൗത്തിനെ തന്നെ കിട്ടും. F2 നമ്മൾക്ക് 4 പേരുണ്ടാവുന്നതിൽ 3 എണ്ണം അഗൗത്തി ആയിരിക്കും, ഒരെണ്ണം ആ മൂന്ന് ബാക്കി റാബിറ്റ്സ് ഉണ്ടല്ലോ, ലൈക്ക് ചിൻഷില്ല, ഹിമാലയൻ, ആൽബിനോ ഉണ്ടല്ലോ, അതിലാരെങ്കിലും ഒരെണ്ണമായിരിക്കും ആ 1 എന്ന് പറഞ്ഞ നമ്പറിനെ ആസ്പെക്ട് ചെയ്ത് വരുന്നുണ്ടായിരിക്കുക. സിമിലർലി കമ്മിങ് ടു ചിൻഷില്ലനെ നമ്മൾ ഹിമാലയൻ അല്ലെങ്കിൽ ആൽബിനോ ആയിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ F1 ഒബ്വിയസ്ലി നമുക്ക് ചിൻഷില്ല കിട്ടും. F2 നമ്മൾക്ക് 3 ചിൻഷില്ലയും ഒരെണ്ണം ഐദർ ഹിമാലയൻ അല്ലെങ്കിൽ ആൽബിനോ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി തേർഡ് വൺ, ദാറ്റ് ഈസ് ഹിമാലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡി മോസ്റ്റ്ലി വൈറ്റ് ആയിരിക്കും, പക്ഷെ അവരുടെ ചില പോർഷൻസ് ലൈക്ക് ഇയേഴ്സ്, നോസ്, ടെയില്, ടിപ്പ്, നമ്മളുടെ ഫീറ്റിൻ്റെ ആ ഒരു ടിപ്പ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള പോർഷൻസ് മാത്രമായിരിക്കും ബേസിക്കലി ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ഹിമാലയൻ ആൽബിനോനേക്കാളും ഡൊമിനൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിമാലയനും ആൽബിനും തമ്മിൽ നമ്മളൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തി കഴിഞ്ഞാൽ F1 നമ്മൾക്ക് ആരെ കിട്ടും? ഹിമാലയനെ കിട്ടും. F2 നമ്മൾക്ക് 3:1 റേഷ്യോ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. അഗൈൻ 3 goes to ഹിമാലയൻ, 1 goes to ആൽബിനോ. ഇങ്ങനെയായിരിക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ടാവുക. ദാറ്റ്സ് കോമൺ ബിക്കോസ് ഓരോരുത്തരേക്കാളും ഡോമിനൻ്റ് എന്നുള്ള രീതിയിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. ആൻഡ് ഇവിടെ ഇത് റെപ്രസെന്റ് ചെയ്തത് ദാറ്റ് ഈസ് യൂസിങ് CH എന്ന് പറഞ്ഞ അലീലാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ആൽബിനോയാണ് ഏറ്റവും ഡോമിനൻ്റ് കുറവുള്ള ഒരാൾ, അല്ലെ, റെസസീവ് ആണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി 3 ടൈപ്സിലും റെസസീവ് ആയിട്ടുള്ളവനാണ് ഇവൻ. ആൻഡ് ഇതിനകത്ത് പ്യോർ വൈറ്റ് കളറിലുള്ള ഫർ ആയിരിക്കും ഉണ്ടാവുക. സ്മോൾ ലെറ്റർ C ആണ് നമ്മളിതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്, കേട്ടോ. ഓക്കെ, യെസ്. ഇപ്പം ഞാനിതിനകത്ത് ഈ റാബിറ്റ്സിൻ്റെ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പിക്ചേഴ്സ് വഴിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ബേസിക്കലി റാബിറ്റ്സിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ, ദാറ്റ് ഈസ് RH ബ്ലഡ് ഗ്രൂപ്പിംഗ്. RH ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ് നമ്മളിനി അടുത്തത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് യൂഷ്വലി നമ്മൾക്ക് അറിയാവുന്ന പോലെ ഈ RH ഫാക്ടർ എന്ന് പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പിനേക്കാൾ ഡിഫറെൻ്റ് ആണ്.
ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനാണെങ്കിലും അയാൾക്ക് ഐദർ എ ഗ്രൂപ്പ് ബ്ലഡ് കിട്ടാം, ബി ഗ്രൂപ്പ് കിട്ടാം, AB ഗ്രൂപ്പ് കിട്ടാം, അല്ലെങ്കിൽ O കിട്ടാം. ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആർക്കായാലും എന്തായാലും ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ ചുമ്മാ A ഗ്രൂപ്പാണ് നമ്മളുടെ അല്ലെങ്കിൽ B ഗ്രൂപ്പാണ് എന്ന് മാത്രമല്ല നമ്മൾ എഴുതുന്നത്. വി വിൽ ബി റൈറ്റിംഗ് ലൈക്ക് അവർ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഐദർ A പോസിറ്റീവ് അല്ലെങ്കിൽ B പോസിറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവ് ഇങ്ങനെ എഴുതും. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണോ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബേസിക്കലി ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഓഫ് യുവർ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് ഗിവൺ ബൈ ദിസ് RH ഫാക്ടർ. ഈ RH ഫാക്ടർ ആണ് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയുള്ള സംഭവങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? അപ്പോൾ ഈ RH ഫാക്ടർ ഏറ്റവും ആദ്യം ഡിസ്കവർ ചെയ്തത് K. ലാൻസ്റ്റീനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ് 1940. അദ്ദേഹം മാത്രമായിരുന്നില്ല, AS വീനർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സയൻറ്റിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാൻസ്റ്റീനറും വീനറും ഈ രണ്ട് പേരെയും ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഇത്ര നാളത്തെ ക്ലാസ്സുകളിൽ ഏറ്റവും ആദ്യമായിട്ടാണ് രണ്ട് സയൻറ്റിസ്റ്റിൻ്റെ പേരൊക്കെ പറയുന്നത്. രണ്ട് പേരും നിർബന്ധമായിട്ടും ഓർത്ത് വെച്ചേക്കണം. RH ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടുപിടിച്ചത് മോസ്റ്റ്ലി ലാൻസ്റ്റീനറിൻ്റെ പേരാണ് വരിക. രണ്ട് പേരുണ്ടെങ്കിൽ ലാൻസ്റ്റീനർ ആൻഡ് വീനർ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ ചൂസ് ചെയ്യുക. നിങ്ങൾ ഈ Kയും ASും അങ്ങനെ ഒന്നും പഠിക്കുന്നത്, ജസ്റ്റ് സെക്കൻഡ് നെയിം മാത്രം പഠിച്ചാൽ മതി. അതാണ് മെയിനായിട്ട് വേണ്ടത്. സെക്കൻഡ് നെയിം മാത്രം ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ലാൻസ്റ്റീനറും അതുപോലെ തന്നെ വീനറും, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് RH ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിച്ചു, അല്ലെങ്കിൽ അവർ ഏറ്റവും അത് ഡിസ്കവർ ചെയ്തു എന്ന് പറയാം. അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റാബിറ്റ്സിനെ അവർ ഇമ്മ്യൂണൈസേഷൻ നടത്തുകയാണ്. ആൻഡ് ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ട് അവരൊരു മങ്കിയുടെ ബ്ലഡാണ് യൂസ് ചെയ്തത്. ആ മങ്കി സ്പീഷീസിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട് മക്കാക്ക റീസസ് മങ്കി എന്നായിരിക്കും നമ്മൾ പൊതുവേ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ സയൻറ്റിഫിക് നെയിം അത് ഓർത്ത് വെക്കണം കേട്ടോ. റാബിറ്റ്സിനെ ഇമ്മ്യൂണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മങ്കി ബ്ലഡ് യൂസ് ചെയ്തു. ഏത് മങ്കി ചോദിക്കാം? മങ്കി ഈസ് മക്കാക്ക റീസസ് കേട്ടോ. ഈ മക്കാക്ക റീസസ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് വെച്ചിട്ട് ഇമ്മ്യൂണൈസ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റാബിറ്റ്സ് ആക്ച്വലി ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ ആൻറ്റിബോഡീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റീസസ് ബ്ലഡിനെ മാത്രമല്ല അഗ്ലൂട്ടിനേറ്റ് ചെയ്യുന്നത്, പക്ഷേ ഹ്യൂമൻസിൻ്റെ ബ്ലഡിനെ പോലും അഗ്ലൂട്ടിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ആൻറ്റിബോഡീസ് ആണ് ആക്ച്വലി റാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. റീസസ് മങ്കിയുടെ ബ്ലഡിനെ മാത്രം അഗ്ലൂട്ടിനേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആൻറ്റിബോഡീസ് അല്ല റാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തത്. ഹ്യൂമൻസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിനെയും അഗ്ലൂട്ടിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിബോഡീസ് ആണ് ഈ മങ്കീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ദേ ആക്ച്വലി ഡെവലപ്ഡ് കേട്ടോ. ഇതൊരു മെയിൻ ആയിട്ടുള്ള പോയിന്റാണ്. രണ്ട് കൂട്ടരെയും ലൈക്ക് ഈ പറഞ്ഞ പോലെ അഗ്ലൂട്ടിനേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റുമായിരുന്നു? ഈ പറഞ്ഞ ആൻറ്റിബോഡീസിനെ കൊണ്ട് പറ്റുമായിരുന്നു. ഇനി മങ്കിയുടെയും ഹ്യൂമൻസിൻ്റെയും ആൻറ്റിജൻസിനെ അപ്പോൾ നമ്മളൊരു കോമൺ പേര് കൊടുത്തു. അതിനെയാണ് നമ്മൾ റീസസ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. റീസസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ RH എന്ന് കൊടുത്തത്. അങ്ങനെ നമ്മളുടെയും അതുപോലെ മങ്കീസിൻ്റെ ഒക്കെ ആൻറ്റിജനെ RH ആൻറ്റിജൻ എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി. ആൻഡ് ഈ RH ആൻറ്റിജൻ എന്നുള്ളത് നമ്മളുടെ ഈ റിയാക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൻറ്റിജൻ ആണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതിനെ RH ഫാക്ടർ എന്നും കൂടെ വിളിച്ചു. ഈ RH ഫാക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻസ്, അതിന് നമ്മൾ RH പ്രോട്ടീൻസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ റീസസ് പ്രോട്ടീൻസ് എന്നാണ് പറയുക. അത് യൂഷ്വലി നമ്മളുടെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ മെംബ്രെയിനകത്താണ് കാണാനായിട്ട് പറ്റുക. റെഡ് ബ്ലഡ് സെൽസിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ മെംബ്രെയിനകത്ത് ഒരു പ്രോട്ടീൻ ഇരിക്കുന്നുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ അത് ആക്ച്വലി നമ്മളുടെ RHൻ്റെ പ്രോട്ടീനാണ്. പിടികിട്ടിയോ? ആൻഡ് ഈ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന ആ പ്രോട്ടീനൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ജീനിനെ നമ്മൾ ക്യാപിറ്റൽ R അല്ലെങ്കിൽ സ്മോൾ r വെച്ചിട്ട് ഡിനോട്ട് ചെയ്തു. അതർവൈസ് ക്യാപിറ്റൽ RH അല്ലെങ്കിൽ സ്മോൾ RH അത് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് ഈ RH ആൻറ്റിജൻ ഫോം ചെയ്യുന്നതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ജീൻ ദാറ്റ് ഈസ് ക്യാപിറ്റൽ R. ആൻഡ് അതുണ്ടെങ്കിൽ ക്യാപിറ്റൽ R ആയിരിക്കും അതിൻ്റെ പ്രസൻസ് ഡിനോട്ട് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ആബ്സെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്മോൾ r എന്ന് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്തുണ്ടായിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണോ ഈ ആൻറ്റിജൻ ഉള്ളത്, ഈ RH ആൻറ്റിജൻ ഉള്ളത്, അവരെ നമ്മൾ ക്യാപിറ്റൽ R എന്ന് ഡിനോട്ട് ചെയ്യും. അതർവൈസ് ക്യാപിറ്റൽ R സ്മോൾ r എന്ന് ഡിനോട്ട് ചെയ്യും. കാരണം ക്യാപിറ്റൽ R ഡോമിനൻ്റ് ആണല്ലോ. ദാറ്റ്സ് വൈ ക്യാപിറ്റൽ R സ്മോൾ r എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ് ഈ ആൻറ്റിജൻ ഉള്ളവരെ നമ്മൾ കോമൺ ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് വിളിക്കുന്നതാണ് RH പോസിറ്റീവ്. ഇനി ആർക്കൊക്കെയാണോ ഇത് ഇല്ലാത്തത്, ഈ ആൻറ്റിജൻ ഇല്ലാത്തത്, അവരെ നമ്മൾ സ്മോൾ r വെച്ച് ഡിനോട്ട് ചെയ്യും. ആൻഡ് വി കോൾ ദം ആസ് RH നെഗറ്റീവ്. ഇന്ത്യയിലുള്ള 95% ആളുകളും RH പോസിറ്റീവ് ആണ്. നിങ്ങൾ RH പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഞാൻ RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് A പോസിറ്റീവ്. ഓക്കെ, യെസ്. ഇനിയിപ്പോൾ നോക്കുക, RH പോസിറ്റീവും RH പോസിറ്റീവ് അങ്ങനെയുള്ളൊരു ജീനോ ടൈപ്പ് ആണെങ്കിൽ ഒബ്വിയസ്ലി RH പോസിറ്റീവ് ആകാനുള്ള
ഒരു ചാൻസ് ആണ് നമുക്കുള്ളത്. RH പോസിറ്റീവും RH നെഗറ്റീവ് വന്നാലും RH പോസിറ്റീവ് ആകാനുള്ള ചാൻസ് ആണുള്ളത്. ഇനി അതല്ല RH നെഗറ്റീവ് വന്നാലാണ് നമ്മൾക്ക് RH നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉള്ളത്. സപ്പോസ് ഇതിൻ്റെ ഒരു കിടപ്പോശം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാരൻസ് രണ്ടുപേരും RH പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളും RH പോസിറ്റീവ് ആകാനേ ചാൻസ് ഉള്ളൂ. നിങ്ങളുടെ പാരൻസിൽ ഒരാൾ RH പോസിറ്റീവും ഒരാൾ RH നെഗറ്റീവ് ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ RH പോസിറ്റീവ് ആകും. രണ്ടുപേരും RH നെഗറ്റീവ് ആണ്, പാരൻസ് രണ്ടാളും RH നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്തിലോട്ട് എത്തുള്ളൂ, RH നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് എത്തുള്ളൂ എന്നുള്ളത് ഓർക്കുക. ദാറ്റ് ഈസ് ഡിനോട്ടിങ് ദാറ്റ് ഈ RH നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു റെസസീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. RH പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് എന്നാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ RH പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ പഠിച്ചു വെക്കുക. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ അലീലിസത്തിൻ്റെ കൂട്ടത്തിലല്ല, ഡൊമിനൻസിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ അവിടെ ഒന്നും കൂടെ പഠിച്ചേക്കാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം, ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ പറ്റിയിട്ട്. മനുഷ്യന്മാരിൽ എല്ലാവരിലും കാണുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. ആൻഡ് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനാണ് I ജീൻ എന്ന് പറയുന്നത്. I ജീനിന് ടോട്ടലി 3 അല്ലീലുകളാണ് ഉള്ളത്. എത്ര അല്ലീൽസ് ആണ്? 3 അല്ലീൽസ്. IA, IB ഓർ IO. IOനെ നമ്മൾ സ്മോൾ ലെറ്റർ I എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. IA എന്ന് പറയുന്നത് യൂഷ്വലി IBനോട് ഈക്വൽ ആയിട്ടുള്ള ഡൊമിനൻസ് ഉള്ളവരാണ്. രണ്ടുപേർക്കും തുല്യ ഡൊമിനൻസ് ആണ്, IAക്കും അതെ IBക്കും അതെ. പക്ഷെ ഇവർ രണ്ടുപേർക്കും IOന്റെ മേലെ ഡൊമിനൻസ് കൂടുതലാണെന്ന് പറയാം. ദാറ്റ് മീൻസ് ഏറ്റവും കുറവ് ഡൊമിനൻസ് ഉള്ളത് ആരാണ്? IO അല്ലെങ്കിൽ സ്മോൾ I എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജീനാണ് ഏറ്റവും കുറവ് ഡൊമിനൻസ് ഉള്ളത്. കൂടുതൽ ഡൊമിനൻസ് ഉള്ളത് IA IBക്കാണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോൾ IAയും IBയും IOക്ക് ഡൊമിനൻ്റ് ആണ്. ആൻഡ് IA ആൻഡ് IB ആർ കോഡൊമിനൻറ്റ്. കോഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഡൊമിനൻസ് ഉള്ളവർ എന്നുള്ളൊരു മീനിങ്ങിൽ. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും തുല്യ ഡൊമിനൻസ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ട് വേണം. ഒരാളേക്കാൾ സുപ്പീരിയറോ ഒരാളേക്കാൾ ഇൻഫീരിയറോ അല്ല. അച്ഛൻ അമ്മയേക്കാൾ സുപ്പീരിയറോ അമ്മ അച്ഛനേക്കാൾ ഇൻഫീരിയറോ അങ്ങനെയുള്ളൊരു കണ്ടീഷനല്ല. ദേ ആർ ബോത്ത് ഈക്വലി ഡൊമിനൻറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കണ്ടീഷനെയാണ് നമ്മൾ കോ ഡൊമിനൻ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇവിടെ ഈ IA എന്ന് പറയുന്നതും IB എന്ന് പറയുന്നതും ഈക്വലി ഡൊമിനൻ്റ് ആയതുകൊണ്ടാണ് നമ്മളതിനെ കോ ഡൊമിനൻ്റ് എന്ന് വിളിക്കുക. പക്ഷെ ഇവർ രണ്ടുപേരും ആരുടെ മേലെ ഡൊമിനൻ്റ് ആണ്? IO അല്ലെങ്കിൽ സ്മോൾ ഐയുടെ മേലെ ഡൊമിനൻ്റ് ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഒരാൾക്ക് IAI എന്നാണ് അയാളുടെ ജീനോടൈപ്പ്, അല്ലെങ്കിൽ IAIO എന്നാണ് അയാളുടെ ജീനോടൈപ്പ് എന്ന് വിചാരിക്കുക. IAIO എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് IA ആണ് ഡൊമിനൻറ്റ് അല്ലേ. അപ്പോൾ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിട്ട് മാറും? A ആയിട്ട് മാറും. IB ആണ് അയാളുടെ ജീനോടൈപ്പ്, ഒബ്വിയസ്ലി അത് B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി IBIO വന്നാലോ? IB ആണ് ഡൊമിനൻറ്റ്, അതുകൊണ്ട് എന്ത് വരും? B ഗ്രൂപ്പായിട്ട് വരും. ഇനി IAIB എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈക്വലി ഡൊമിനൻ്റ് ആണെന്ന് പറയും. അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് നമ്മൾക്ക് രണ്ട് ഗ്രൂപ്പും കൂടെ ഒരുമിച്ച് Aയും Bയും കൂടെ ചേർത്ത് AB ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ കിട്ടുക. ഇനി IOIO വന്നാലോ? ദാറ്റ് മീൻസ് രണ്ടുപേരും റെസസീവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് നമ്മൾക്ക് O എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയാ? ഈ ആൻറ്റിജൻ ആൻഡ് RBC അത് നമ്മളിപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ടേബിളിനകത്ത് കാണുന്ന സെക്കൻഡ് കോളം അത് ആക്ച്വലി നമ്മൾ കോഡോമിനൻസ് പഠിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ പഠിക്കുമല്ലോ. അപ്പോൾ പഠിച്ചു വെച്ചാൽ നല്ലത് കേട്ടോ. അപ്പോൾ അന്നേരം എനിക്ക് ചോദ്യം ചോദിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഈ ഡൊമിനൻസിൻ്റെ വശം വെച്ചിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, പ്രട്ടി സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് മൾട്ടി അലീലിസം എന്നൊക്കെ പറയുന്നത്. മൾട്ടി അലീലിസം എന്ന് പറയാം, മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയാം, മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയാം. എനി ടേംസ് ഇതെല്ലാം ഡിനോട്ട് ചെയ്യുന്നത് സെയിം കാര്യത്തെയാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക കേട്ടോ. ആൻഡ് ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഈ എക്സാമ്പിൾസും ചില പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം കാര്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം, സെൽഫ് സ്റ്റഡി നടത്തണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നലെ ആക്ച്വലി എൻ്റെ സിസ്റ്റം എൻ്റെ ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ടായില്ല, വൈകിട്ടായി കിട്ടിയപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി. അപ്പോൾ ഞാനിത് ഫോണിൽ ആക്ച്വലി ലൈക്ക് വീഡിയോ ചെയ്ത് അത് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആപ്പ് മാൽ ഫങ്ഷനിങ് ആവുന്നു. സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു, മാൽ ഫങ്ഷനിങ് ആവുന്നു. ഞാനെന്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇന്നലെ തുടങ്ങിയ ഒരു അത് സേവ് ചെയ്യാനുള്ള ശ്രമത്തിൽ സേവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും വൈകുന്നേരം 7:52 രാത്രി. അപ്പോൾ അതാണ് ഇന്നലത്തെ വീഡിയോ ഒരല്പം ലേറ്റായി പോയത്. ഇന്നിനി മുതൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. പക്ഷേ ലാപ്ടോപ്പിൽ എന്ത് വെച്ചെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കുറേ പവർ പോയിൻറ്റ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സമയം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ സീരീസിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഡ്രൈവ് ഓൾറെഡി പോയത് കൊണ്ടിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ പോയി. അപ്പോൾ ഇനി മുതൽ ഒന്നേന്ന് തുടങ്ങണം. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. സംസാരങ്ങളൊക്കെ ഇത്ര മതി എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൾട്ടിപ്പിൾ അലീലിസം പ്രറ്റി ഈസി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്.
അപ്പോൾ നമ്മളതിനകത്ത് എക്സാമ്പിൾസ് നമ്മളുടെ RH ബ്ലഡ് ഗ്രൂപ്പിംഗ് പറഞ്ഞു, ദെൻ ഫർ കളർ പറഞ്ഞു റാബിറ്റ്സിൻ്റെ. രണ്ടുമാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. ഞാൻ ജസ്റ്റ് ABO ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കോൺസെപ്റ്റിനകത്തും ഈ മൾട്ടിപ്പിൾ അലീലിസം വരുന്നുണ്ടോ എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് മാത്രം. ABO ബ്ലഡ് ഗ്രൂപ്പിനകത്ത് 2 കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്, മൾട്ടിപ്പിൾ അലീലിസം വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കോഡോമിനൻസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിലബസിനകത്ത് ഈ ABOനെ കോഡോമിനൻസിനെ കൂട്ടത്തിൽ കൂടെ വിട്ടേക്കുന്നതുകൊണ്ടാണ് അത് സ്പെഷ്യലി എടുത്ത് പറയാതിരുന്നത്. പക്ഷേ ഇവിടെ മൾട്ടിപ്പിൾ അലീലിസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ഞാനിത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ, ഒരറിവും വെറുതെ അല്ലല്ലോ. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടൈം ഓൾറെഡി അതിക്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആൻഡ് വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ അത് കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. അതൊക്കെ നല്ലവണ്ണം നടക്കട്ടെ. ഓക്കെ, അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ചാ, താങ്ക് യു.